ഹായ് ഫ്രണ്ട്സ്, അസ്സാമലൈക്കും. ഞാച്ചൂസ് വീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, നാടൻ റെസിപ്പിയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി നമ്മളൊക്കെ കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പയറാണ് എടുക്കാറുള്ളത്. ഇഷ്ടമുള്ള പയറെടുക്കാൻ കേട്ടോ. ഇത് രണ്ട് രീതിയിലെ പയറിലും ഞങ്ങൾ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ പയറും അവിലും തേങ്ങയൊക്കെ കൂടി ചേർന്നത് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വൻപയറാണ്. ഇതുപോലത്തെ വലിയ പയറുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുപയറും എടുക്കാവുന്നതാണ് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലിനൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് വേണം വേവിച്ചെടുക്കാം. ഉപ്പൊന്നും ചേർക്കണ്ട. ഇതുപോലെ ദാണ്ടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പയർ വേവിച്ച വെള്ളമൊക്കെ മൊത്തത്തിൽ വറ്റിയിട്ടാണ്ടിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ഇനി അതിൽ കിടന്ന് ഇതൊന്ന് ക്ലിയറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മധുരത്തിന് ശർക്കര പാനിയാണ് ചേർത്ത്, ശർക്കര ചീവി ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1-2 പിടി തേങ്ങ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ കൂടുതൽ അളവിലൊന്നുമില്ല. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ ഞാൻ അവിലും 2 പിടിയോളം അവിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിൽ ഈ പയറിൽ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അവിലൊക്കെ നല്ല സോഫ്റ്റായി നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഇളക്കിയാൽ മാത്രം പോരാ, ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് കുറച്ചൊന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ ശർക്കര പാനി താണ്ടെ അതുപോലെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നല്ല ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് ഇതൊന്ന് റെഡിയായി കിട്ടണം. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പയർ നല്ല വെന്ത് കൊഴേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് കിടക്കുമ്പോൾ നമുക്ക് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ടോ ഒരു ബൗളിലോട്ടൊക്കെ നിങ്ങൾക്കിത് മാറ്റിയിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ വീടുകളിലൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇതുപോലത്തെ ഈ റെസിപ്പി നമ്മൾ ഇടയ്ക്കൊക്കെ തയ്യാറാക്കി കഴിക്കാറുണ്ട്. ഇത് പിറ്റേന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് വരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുത്ത് കുറച്ച് നേരം വെളിയിൽ തണുപ്പ് മാറാൻ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇതുപോലെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക.